തെളിവൊന്നും പറയാ, അത് കേൾക്കാൻ താല്പര്യമുണ്ട്. എനിക്കല്ല, എന്നെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് അത് സഹിയായിരിക്കണം. അതിന് തെളിവ് വേണം, പക്ക തെളിവ്. അല്ലാതെ ആ കള്ളാദീസൊന്നും ഓതിയിട്ടൊന്നും കാര്യമില്ല. പക്ക തെളിവ് തന്നെ ആയിരിക്കണം. അത് നിർബന്ധം. ഒരുപാട് ആളുകളുടെ വിഷയമാണിത്. നിങ്ങൾ കള്ളാദീസ് കൊണ്ടാൽ നാളെ മുജാഹിദിന്റെ ആളുകൾ വരുമ്പോഴെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പോലെ തെളിയിക്കും. അപ്പൊ അത് പക്ക തെളിവായിരിക്കണത്. തെളിവ് ഓതാൻ പോവാണ്. കള്ള ഹദീസൊന്നുമല്ല ഓതുന്നത്, വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഓതുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്താണ് ഓതാൻ പോകുന്നത്. ഖുൽ നബിയെ അങ്ങ് പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക, അതുകൊണ്ട്, ഏതുകൊണ്ട്? അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, ഫൽയഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ. അള്ളാന്റെ റഹ്മത്താണ് എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാന്റെ റഹ്മത്തല്ലേ? അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്നമാ അന റഹ്മത്തുൻ, ഞാൻ അള്ളാഹുവിന്റെ റഹ്മത്താകുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു. മാത്രമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വഅഖ്റജ അബു ശൈഖ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, തഫ്സീർ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഹ്മത്തുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തെളിവ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു, ഹദീസിൽ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ആ റഹ്മത്ത് കൊണ്ട് ഫൽയഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ. ഹുവ, ആ സന്തോഷിക്കൽ, ഖൈറുൻ, വളരെ ഖൈറാകുന്നു, മിമ്മാ യജ്മഊൻ, അവരുടെ എല്ലാ സമ്മേളനങ്ങളെക്കാളും, അവരുടെ സമ്മേളനങ്ങളിൽ, അവരുടെ ഒത്തുകൂടലുകളിൽ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ, അവർ ഒരുമിച്ച് കൂട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഖൈറാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക. ആര് പറയുന്നു? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. കള്ള ഹദീസല്ല, ഹദീസന്നല്ല, വിശുദ്ധ ഖുർആനിൽ നിന്ന്, സൂറത്ത് യൂനുസിൽ നിന്ന് 58-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അത് ജന്മദിനമാണോ? ജന്മദിനമാണോ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനമാണോ? അല്ലാഹുവിന്റെ റസൂല് ഖൈർ തന്നെയാണ്, സംശയമൊന്നുമില്ല ആർക്കും. പക്ഷെ അത് ജന്മദിനമാണോ? ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്ന് തന്നെയാണ്. അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കലല്ലേ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്? അല്ലേ? അള്ളാന്റെ റസൂലിനെ കൊണ്ടുള്ള സന്തോഷമാണോ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്? അതെ. അതല്ലെങ്കിൽ അള്ളാന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതിൽ നിന്ന് ജന്മദിനം പുറത്തു പോകുന്നു എന്നുള്ളതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? ഇവരെന്താ അറിയോ? സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലാൻ പറ്റും, സ്വലാത്തെല്ലാം പറ്റും. അപ്പൊ ഒരാൾ ഇരുന്നിട്ട് പള്ളിയിലിരുന്ന് കുറച്ച് ആൾക്കാരെ പള്ളിയിലിരുന്ന് സ്വലാത്തെല്ലാം പറ്റൂല കേട്ടോ, പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ മദർസിൽ നമ്മൾ മദർസിക്കാക്ക് മദർസിൽ നിന്ന് സ്വലാത്തെല്ലാം പറ്റൂല കേട്ടോ, മദർസിൽ നിന്ന്. പിന്നെ അവർ മുറ്റത്തിരുന്ന് വട്ടത്ത് സ്വലാത്ത് അത് പറ്റൂല കേട്ടോ, പറ്റൂല. ദുഹറിന്റെ ശേഷമാണ്, ദുഹറിന്റെ ശേഷം പറ്റൂല, അസറിന്റെ ശേഷം പറ്റൂല. ഇങ്ങനെ എന്ത് ചെയ്യാ, സംഗതിയിൽ സ്വലാത്തെല്ലാം പറ്റും. പക്ഷേ അത് നടക്കുന്ന സമയത്ത് എന്തില്ല, അത് പറ്റൂല, അത് പറ്റൂല, ആ സ്ഥലത്ത് പറ്റൂല, ഈ സ്ഥലത്ത് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാന്ന മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ ഇർസാലിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ മാസത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ സ്വഹാബത്തിൽ സന്തോഷിക്കുക, മുത്തുനബിയുടെ സന്ദേശങ്ങളിൽ സന്തോഷിക്കുക. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ആ കുല്ലിന്റെ ഒരു ജുസിയാണ്. നിങ്ങൾക്ക് കുല്ലിയും ജുസിയും അറിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും അറിയുന്നവർക്ക് വേണ്ടി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നതിന്റെ ഭാഗമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിൽ സന്തോഷിക്കുക എന്നുള്ളതിന് ഇത് തെളിവാണ്. അറിയോ? പള്ളിയിലിരുന്ന് സ്വലാത്ത് എല്ലാം പറ്റുമോ? പള്ളിയിലിരുന്ന് സ്വലാത്തല്ലാണ് ഒരാൾ പള്ളിയിൽ നിന്ന്. ഞാൻ പറയട്ടെ, അവിടെ കൊടുക്കും ഇല്ല, അവിടെ ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം.
പറയട്ടെ, പള്ളിയിൽ നിന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു. പറ്റും. എന്താ തെളിവ്? സൊല്ലു അലൈഹി. പള്ളിയിൽ നിന്നുണ്ടോ? അപ്പൊ മറുപടി പള്ളിയിൽ നിന്നുണ്ടോ? പള്ളിയിൽ നിന്ന് സ്വലാത്ത് എല്ലാം പറ്റൂല. പള്ളി ഒഴിവുണ്ടായത് ഉണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ? പറ്റും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള സന്തോഷത്തിൽ പെട്ടതാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ടുള്ള സന്തോഷം. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ പറയുന്നത്, അവിടുത്തെ കിതാബിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ, വഅയ്യു നിഅമത്തിൻ അഅ്ളമു മിനൻ നിഅമത്തി ബിബുറൂസി ഹാദൻ നബിയിൽ കരീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ അനുഗ്രഹത്തെ, ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം, അല്ലാഹു റസൂലിന്റെ ആഗമനം എന്നതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്തുണ്ട്? ഫീ ദാലിക്കൽ യൗമി, ഈ ദിവസത്തിൽ, വഅലാ ഹാദാ, ഇതുകൊണ്ട് തന്നെ, ഫയംബഗി, അനിവാര്യമാണ്, അൻ യതഹറൽ യൗമു ബിഐനിഹി, ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാകുന്നു. ഫയംബഗി, അനിവാര്യമാണ്, അൻ യതഹറൽ യൗമു ബിഐനിഹി, ആ ദിവസത്തെ തന്നെ പരിഗണിക്കേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. വമൻ ലം യുലാഹിൽ ദാലിക ലാ യുബാലി ബിഅമലിൽ മൗലിദ് ഫീ അയ്യി യൗമിൻ മിന അശ്ശഹർ, അന്നില്ലെങ്കിൽ പിന്നെ ഏത് ദിവസവുമാകാം എന്നും ഹാഫിദുദ് ദുനിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്, ജന്മത്തെ കൊണ്ട് സന്തോഷിക്കാം, മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കാം എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനാകുന്നു. സൂറത്ത് യൂനുസ് ആകുന്നു, 58-ാമത്തെ ആയത്താകുന്നു. അതിനെ വിശദീകരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്നു. എന്നിട്ട് എന്റെ 4 ഖലീഫന്മാർ ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടാന് മുന്നേറെ? ഈ 4 പ്രവാചകന്മാർ എന്തുകൊണ്ട് ഈ റബീഉൽ അവ്വൽ 12 റസൂലിന്റെ ജന്മദിനം കൊണ്ടാടിയ തെളിവില്ലല്ലോ? ഈ ഖുർആനിൽ നിങ്ങൾ പറഞ്ഞ ആയത്ത് ഓദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കൂട്ടാതെ കുറച്ച് സംശയങ്ങൾ ഒരുപാട് ചോദിക്കാണ്ട് നിങ്ങൾ കൂട്ടിയിട്ട് പറയില്ലേ, സമയം ഉണ്ടാക്കില്ല, നമുക്ക് ചോദിക്കാൻ ഒരുപാടുണ്ട്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു ഖുർആൻ നിങ്ങൾക്ക് തെളിവാണോ? അല്ലേ? ആണ്. അപ്പൊ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞാൽ പിന്നെ ഖുലഫാ ചെയ്തിട്ടുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 24 ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് അവർ ചെയ്തിട്ടുണ്ടോ? ഇവർ ചെയ്തിട്ടുണ്ടോ? എന്ത് ചോദ്യം! അള്ളാഹുവിന്റെ ഖുർആനാണ് ഒന്നാമത്തെ തെളിവ്. അത് പറഞ്ഞാൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ ചോദിക്കാൻ പാടുണ്ടോ? അള്ളാന്റെ റഹ്മത്തായ റസൂലിനെ കൊണ്ട് സ്വഹാബത്ത് സന്തോഷിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത് ഫതുഹുൽ ബാരിയിൽ നിന്ന്. ഫതുഹുൽ ബാരി നേരത്തെ വായിച്ചില്ലേ? ആ ഫതുഹുൽ ബാരിയിൽ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സ്വഹാബത്ത് ഇരുന്നില്ലേ? മുത്തുനബിയെ കുറിച്ച് മദ്ഹ് പറഞ്ഞില്ലേ? ആടിനറത്തില്ലേ? അതിന് ദിവസം നിശ്ചയിച്ചില്ലേ? ഫതുഹുൽ ബാരിയാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു വീട്ടിൽ സ്വഹീഹായ ഹദീസാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുകയും ആടിനറുത്ത് കൊടുക്കുകയും ചെയ്തു. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ കുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ വജബ അശ്ശുക്രു, മുത്തുനബിയെ കുറിച്ച് സന്തോഷിക്കുക എന്ന, നന്ദി കാണിക്കുക എന്ന ഈ ശുക്ർ ഞങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ ആരാ ചെയ്തത്? സ്വഹാബത്ത്. എന്നാ ചെയ്തത്? റബീഉൽ അവ്വൽ. ഏത് ദിവസാ ചെയ്തത്? 12 അന്ന്. നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടി ആനയിച്ചു. ഇത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇത് റബീഉൽ അവ്വൽ 12 സ്വഹാബത്താണ് ചെയ്തത്. അപ്പോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ആയത്ത് പറഞ്ഞു, അത് സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞു. പിന്നീട് അതിനുള്ള എല്ലാ തെളിവുകളും പറഞ്ഞു, തഫ്സീർ പറഞ്ഞു. ഇനിയും ആർക്കെങ്കിലും ഇത് തെളിവെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? അള്ളാഹു ചെയ്ത നിഅമത്തിനെ ആരെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അവൻ അതിനെ തള്ളിക്കളയുകയാണെങ്കിൽ അവനോട് എന്ത് പറയാനാ?